എഫക്ട് ന്യൂസിലേക്ക് ഇവർക്കും സുസ്വാഗതം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു കോർപ്പറേഷനിൽ ഭൂരിപക്ഷമില്ലെങ്കിലും ഒന്നാമത്തെ കക്ഷി എന്ന രീതിയിൽ ഭരണത്തിലേക്ക് വന്ന BJP ഞങ്ങൾ കേരളത്തിൻ്റെയും പ്രത്യേകിച്ച് അതിൻ്റെ കേന്ദ്ര ബിന്ദുവായ തിരുവനന്തപുരത്തിൻ്റെയും സമഗ്രമായ വികസനത്തിന് പ്രധാനമന്ത്രി വന്ന ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും എന്നവർ പറഞ്ഞിരുന്നു. വികസന പാക്കേജ് പ്രഖ്യാപിക്കും എന്നും BJP പ്രഖ്യാപനം നടത്തിയിരുന്നു. പ്രധാനമന്ത്രി വന്നു എന്നുള്ളതും പ്രധാനമന്ത്രി രാഷ്ട്രീയമായ ഒരു പ്രസംഗം നടത്തി പോവുകയും ചെയ്തു എന്നുള്ളതും എല്ലാവർക്കും അറിയാം. ചൂരൽമല ദുരന്തമുണ്ടായപ്പോൾ അവിടെ എത്തിയ പ്രധാനമന്ത്രി വരുമ്പോഴും തിരിച്ചു പോകുന്നതിന് ശേഷവും കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സാമ്പത്തിക സഹായം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സന്ദർശിച്ച പശ്ചാത്തലത്തിൽ ലഭിക്കുമെന്നായിരുന്നു. ഒന്നും ലഭിച്ചില്ല എന്നുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതേപോലെയുള്ള ഒരു അനുഭവമാണ് കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി തിരുവനന്തപുരം സന്ദർശിച്ച് ഒരു കാര്യവും പ്രഖ്യാപിക്കാതെ വികസനത്തിന്റെ കാര്യം മിണ്ടാതെ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തി പോകുന്ന നില ഉണ്ടായിട്ടുള്ളത്. അത് വലിയ രീതിയിലുള്ളൊരു കബളിപ്പിക്കൽ പ്രസ്ഥാനമായിട്ട് മാറി എന്ന് ജനങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ്. 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തപ്പോൾ കണ്ട വേറൊരു കാര്യം, 2ാം ഘട്ടവും 3ാം ഘട്ടവും 4ാം ഘട്ടവും കൂടി ഒറ്റ ഘട്ടമായിട്ട് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ചിത്രം. ഇത് ലോക ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ സംഭവമാണ്. ഒരു കൊല്ലം കൊണ്ട് ലോകത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സീപോർട്ടായി തുറമുഖമായി വിഴിഞ്ഞം മാറിക്കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് 2024 ഡിസംബർ 3-നാണ് പ്രവർത്തനം ആരംഭിച്ചത്. അതിനുശേഷം യഥാർത്ഥത്തിൽ ഒരു തുറമുഖത്തിനും ലഭിക്കാത്ത രീതിയിലുള്ള സ്വീകാര്യത നമുക്ക് ലഭിക്കുകയുണ്ടായി. 15.13 ലക്ഷം TMU കൈകാര്യം ചെയ്തു എന്നതാണ് ഇപ്പോഴും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ശേഷി 10 ലക്ഷം TUവിൽ നിന്ന് 50 ലക്ഷം TU ആയി അത് ഉയർത്തും എന്നുള്ളതാണ്. അതോട് ഒരു 3-4 വലിയ കപ്പലുകൾക്ക് ഒരേ സമയം അടുക്കാനുള്ള സാഹചര്യവും അവിടെ ഉണ്ടാവും. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പശ്ചാത്തല സൗകര്യ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് വേണം അതിനെ കാണാൻ. ഇത് യഥാർത്ഥത്തിൽ ഒരു വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാത്രം പ്രശ്നമല്ല. നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള മലയോര ഹൈവേ, തീരദേശ ഹൈവേ, അങ്ങനെയുള്ള നിരവധി പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ ഒപ്പം വേണം നമുക്ക് വിഴിഞ്ഞൻ പദ്ധതിയെയും അതിന്റെ സമഗ്രമായ വികസനത്തെയും കാണാൻ. തുറമുഖം രൂപപ്പെട്ടു വരുന്നതിനിടയിൽ വലിയ കലാപം തന്നെ സൃഷ്ടിക്കാൻ പ്രതിപക്ഷം വന്ന് നേതൃത്വം കൊടുത്തിരുന്നു എന്നുള്ള കാര്യം സൗകര്യപൂർവ്വം മറക്കുകയാണ് ചെയ്യുന്നത്, പത്രം ഉൾപ്പെടെ, നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ. ഈ പദ്ധതി അവസാനിപ്പിച്ച് ഞങ്ങൾ അടങ്ങൂ എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവുകളെ അത് അവിടെ ചർച്ച ചെയ്തില്ല എന്നുള്ളത് ശരിയാ. നമുക്കറിയാലോ, ഈ വിഴിഞ്ഞം പദ്ധതി ഇവിടെ അവസാനിപ്പിച്ചേ പറ്റൂ. അതാണ് പോലീസ് സ്റ്റേഷൻ അക്രമത്തിലേക്ക് പോയത്. അതിന് പിന്തുണ നൽകുന്ന പ്രതിപക്ഷം ഉണ്ടായിരുന്നു ഇവിടെ, BJP ആയാലും കോൺഗ്രസ് ആയാലും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 1 ഇഞ്ച് ഇനി മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. നല്ല നിശ്ചയദാർഢ്യത്തോടുകൂടി ആ കലാപ ശ്രമത്തെയും അതിജീവിച്ചുകൊണ്ടാണ് തുറമുഖമുണ്ടായത് എന്ന കാര്യം
മറന്നു പോവാതിരിക്കാൻ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കേരളത്തിന്റെ മാത്രമല്ല, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സംരംഭമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വലിയ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കേന്ദ്ര ഗവൺമെന്റ് ഇതിനെ സാധാരണ രീതിയിൽ തരുന്ന, കടമായിട്ടല്ലാതെ തരുന്ന ഗ്രാന്റ് ഉണ്ടായിരുന്നു. എല്ലാ തുറമുഖങ്ങൾക്കും അതുപോലെ വൻകിട പദ്ധതികൾക്കും ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ഗ്രാന്റായി നൽകിയിരുന്നു. ആ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തന്നില്ല എന്ന് മാത്രമല്ല, നമ്മളോട് പറഞ്ഞത് 817 കോടി രൂപ വായ്പയായി നൽകുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പൊ നമുക്ക് ഗ്രാന്റായിട്ട് പണമൊന്നും തരാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറുണ്ടായിരുന്നില്ല. സംസ്ഥാന സർക്കാർ ഇതുവരെയായി 4771 കോടി ഉറുപ്പിക ഈ തുറമുഖത്തിന് വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതും, ഇനിയും ആവശ്യമുള്ള സഹായം നൽകി 2ാം ഘട്ടവും 3ാം ഘട്ടവും 4ാം ഘട്ടവും കൃത്യമായിട്ട് പൂർത്തിയാക്കാനാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.